പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചുള്ള പരാതികൾ പരിഹരിച്ചു. സാങ്കേതികമായ പ്രശ്നങ്ങളുള്ളത് ഉടൻ പരിശോധിച്ച് പരിഹരിക്കുമെന്നും ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻകാരുമായി ചർച്ച നടത്തിയിരുന്നു. പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിനെ കുറിച്ച് നിരവധി പരാതികൾ വന്ന സാഹചര്യത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത്. പ്രൈവറ്റ് ബസ് അസോസിയേഷൻ പ്രവർത്തകരും അസോസിയേഷനിൽ ഇല്ലാത്ത അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിലവിൽ നിലനിൽക്കുന്ന അനധികൃത പാർക്കിംഗ്, അനധികൃത വർക്ക്ഷോപ്പുകളുടെ പ്രവർത്തനം, വർഷങ്ങളായി പ്രവർത്തനരഹിതമായിരുന്ന കാത്തിരിപ്പ് മുറിയിലെ ഫാനുകൾ, അതീവ ദയനീയാവസ്ഥയിലുള്ള ശൗചാലയങ്ങൾ, മാലിന്യപൂർണവും വൃത്തിഹീനവുമായ പരിസരം, പൊതുജനങ്ങൾക്ക് അപകടം സൃഷ്ടിക്കുന്ന തരത്തിൽ വളർന്നു നിൽക്കുന്ന മരക്കൊമ്പുകൾ തുടങ്ങിയവ പരിശോധിച്ച് നടപടിയെടുത്തു. സാങ്കേതികമായ പ്രശ്നങ്ങളുള്ളവ എത്രയും വേഗം നടപടിയെടുക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരവും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതുമായ രീതിയിൽ പ്രവർത്തന സജ്ജമാക്കുമെന്നും ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം അറിയിച്ചു. ബസ് സ്റ്റാൻഡിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് അടിയന്തരവും ത്വരിതവുമായ നടപടികൾ കൈക്കൊള്ളുമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വിഷയങ്ങൾ അത്യാവശ്യവും മുൻഗണനാപൂർവമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ഐഫോറിയ ന്യൂസ്, പാലാ.